എന്താ മോളുടെ പേര്? സാലി. സാലിയുടെ വീട് എവിടെയാ? പൈനാമൺ, കോന്നി. കോന്നിയിലല്ലേ? ആ, സാലിയുടെ ഭർത്താവാണോ? അതെ. നമ്മളെവിടെ വെച്ച് ആദ്യം കണ്ടേ? ഞാൻ കോഴിക്കോട്ട് വെച്ചാണ് കാണുന്നത്. മോൻ്റെ പേരെന്താ? തങ്കച്ചൻ. ഓ, കോഴിക്കോട് പീച്ച് ഉഷ റോഡിലുള്ള ആത്മാഭിഷേകം ചർച്ച് ഓഫ് ഇറ്റേണിറ്റിയിൽ ജോണി പാസ്റ്ററൊക്കെ ആരാധന നിയന്ത്രിക്കുന്നിടത്ത് ഞാൻ പോകാറുണ്ടല്ലേ? ഞാൻ പോകാറുണ്ട്. ഓ, ഉണ്ട്. ദൈവമേറിയല്ലോ. അതെ. ജോലി? അതെ. ആ ഹോസ്പിറ്റലല്ലേ? ഉടമസ്ഥൻ്റെ വീട്ടിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അന്ന് നമ്മൾ കോഴിക്കോട് വെച്ച് മോൻ സ്നാനം എടുത്തു, പക്ഷേ ഭാര്യയും മക്കളും അത് ഉൾക്കൊള്ളുന്നില്ലെന്ന് അങ്ങനെ വല്ലതും പറഞ്ഞു? പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനം ഏറ്റിട്ട് 4 വർഷമായി. സ്നാനത്തെക്കുറിച്ച് ജീവിത പങ്കാളിയോടും മക്കളോടും പറയുമ്പോൾ അവരെ അതിൽ എതിർക്കും. അത് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ വീട്ടിൽ വഴക്കാണ്, അതുകൊണ്ട് സാറിന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രവചനം പോലെ എന്താ പറഞ്ഞത്? സാറ് അത് ഡിസംബർ മാസത്തിലായിരുന്നു പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ വന്നത്. അപ്പോൾ സാറ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ജനുവരി 16 തീയതി മുതൽ ഭാര്യയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങുമെന്ന് പറഞ്ഞു. ജനുവരി 16 മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയോ? തുടങ്ങി. നന്നായിട്ട് തുടങ്ങി. അച്ഛൻ ആത്മാഭിഷേകത്തിൻ്റെ ഒരു പുസ്തകം അവിടെ കൊണ്ട് ഞാനത് വായിക്കാൻ തുടങ്ങി. സാറ് ഇതുകൊണ്ടൊക്കെ മാനസാന്തരത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്നത് അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ വചനം കേൾക്കണമെന്ന് തോന്നി. പിന്നീട് ഞാൻ ചർച്ചിൽ പോകാനും വചനം കേൾക്കണമെന്ന് തോന്നിയപ്പം തന്നെ പ്രാർത്ഥനയിൽ പോകാനും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങി. കുഞ്ഞുങ്ങൾ എത്ര പേരാ? 2 പേര്. ആ 2 പേരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത് ഏകദേശം എന്ന് പറയാം? ഞാൻ കത്തോലിക്ക സഭ വിശ്വാസിയായിരുന്നു. പഴയ കാലം മുതലേ ഞങ്ങൾ മക്കളെല്ലാവരും കത്തോലിക്ക വിശ്വാസി. 50-60 വർഷത്തിൽ കൂടുതലായി ആ പള്ളിയിൽ കൂടി നടക്കാൻ തുടങ്ങിയിട്ട്. അല്ല, കാർമല ഇടവക പൈനാമണില്. അപ്പം ഞാൻ അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ എതിർക്കുമായിരുന്നു. ഈ കത്തോലിക്ക സഭ വിട്ടു പോരാൻ എനിക്കിഷ്ടമായിരുന്നു. കാരണം ഞാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതും മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പം മുതൽ തന്നെ. സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാനൊക്കെ ഇടയപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ മോക്ക് മനസ്സിലായോ യേശു മാത്രമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ മനസ്സിലായപ്പോൾ മോക്ക് സന്തോഷമായി. അപ്പോൾ പാരമ്പര്യമായിട്ട് എനിക്കുണ്ടായിരുന്നു 13 വർഷമായിട്ട് തുടങ്ങിയ മൈഗ്രെയിൻ്റെ ഒരു തലവേദന ഉണ്ടായിരുന്നു. ഞാൻ കുറേ മെഡിസിൻ പത്തനംതിട്ട വർഗീസ് ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിക്കുമായിരുന്നു. അപ്പം എനിക്കത് കുറയുന്നില്ല. മാതാവിനോടുള്ള ഭക്തി വിട്ട് ക്രിസ്തുവിലെ മുക്തിയിലേക്ക് വന്നപ്പോൾ മൈഗ്രെയിനൊക്കെ പോയി. ഞാൻ 2 പിള്ളേരോ? അവർ സന്തോഷമായി. വീട്ടിൽ ഒരു ഐശ്വര്യം കൂടുതലായോ? യേശുവിലേക്ക് വന്നാൽ ആ ജീവിതം വലിയ അത്ഭുതമല്ലേ? വലിയ അത്ഭുതം. വീട്ടിലിപ്പം സന്തോഷവും സമാധാനവും. അപ്പം അങ്ങനെ ജനുവരി മാസം മുതൽ ഭാര്യയിലും മക്കളിലും കണ്ട ആ ഒരു നന്മ ആ അയൽവക്കാർക്കും കൂടി മനസ്സിലാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളെല്ലാവരും ഇപ്പം അവിടെ സ്വന്തം പൈസ മുടക്കി ആരാധനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അയൽവാസികളെ അനേകരെ കൊണ്ടുപോയി കഴിഞ്ഞു സഭയിലേക്ക്. അങ്ങനെ പ്രാർത്ഥന വെള്ളിയാഴ്ചത്തെ ഉപവാസ ആരാധനയ്ക്കും ഞായറാഴ്ചത്തെ ആരാധനയ്ക്കും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ വന്ന രക്ഷയെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും എൻ്റെ മോനെ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കണമെന്ന് താല്പര്യപ്പെട്ടില്ല. അതിനുള്ള പണവും എൻ്റെ കയ്യിലായിരുന്നു. അന്ന് നമ്മൾ ആ വിവരം പ്രാർത്ഥിച്ചില്ലായിരുന്നു. ഏതായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വീട്ടിൽ വന്നോടുകൂടി വീട്ടിൽ സമാധാനമായി, സന്തോഷമായി അല്ലേ? ഒരുപാട് സമാധാനമായി. ക്യാൻസർ രോഗം മാറുക, ഒരു ലോട്ടറിക്ക് ഒരു 10 കോടി രൂപ അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്രയും സന്തോഷത്തോടെ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താനോ ഇത്രയും സന്തോഷത്തോടു കൂടി ഒന്നും ചിരിക്കാനോ പറ്റുകയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ? ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു, ഇവിടെ 8 പുരുഷന്മാർ, ഞാൻ എണ്ണി 8 പുരുഷന്മാർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആസ്വദിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. 2 സ്ത്രീകൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആസ്വദിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീ മോളാണ്, ഒരു സ്ത്രീ ധ്യായിരിക്കുന്ന കൊച്ചാണ്. 8ാം കൊല്ലം കുഞ്ഞുണ്ടാകാൻ പോകുന്ന ആ കൊച്ച്. ബാക്കി എല്ലാവരും ദൈവവചനം കേൾക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 2 ആസ്വദിച്ച് ദൈവവചനം കേൾക്കുന്നുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ കൃപയാലാണ് രക്ഷ. അത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. എന്നാൽ മതങ്ങളുടെ ഉപദേശം ഈ അടിസ്ഥാന സത്യത്തെ എതിർത്ത് പലപ്പോഴും സൽപ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, രാഷ്ട്രീയ ഉപജാപങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, കലോത്സവങ്ങളോട് ബന്ധമുള്ള അനേകം താളമേളക്കൊഴുപ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ പുതിയ നിയമ ഉപദേശങ്ങൾക്ക് സ്ഥാനഭ്രംശം വരികയും ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ക്രൂശിത മരണത്തിലൂടെ സൗജന്യമായി കിട്ടിയ രക്ഷയെ ആസ്വദിക്കുന്നതിന് പകരം സഭാ നേതാവ്, അത് ബിഷപ്പാകട്ടെ പാസ്റ്ററാകട്ടെ, അദ്ദേഹം കൊണ്ടുവരുന്ന സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം കൂടുകയും ചെയ്യുകയാണ്. അങ്ങനെ വിശ്വാസ പ്രമാണങ്ങളിലെ വൈരുദ്ധ്യങ്ങളും കാരണം
തിരുവചനത്തിന് പ്രാധാന്യം അറിയാതെ കുറയുകയും ക്രിസ്തുവിൻ്റെ തിരുമരണത്തിൻ്റെ പ്രാധാന്യം അറിയാതെ കുറയുകയും ചിന്താഗതികളിലും അഭിപ്രായങ്ങളിലും ഭിന്നതകളും മറ്റു പലതും ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് വേദപുസ്തക വ്യാഖ്യാനങ്ങൾ അവരവരുടെ ഇഷ്ടം പോലെയായിത്തീരുകയാണ്. മനുഷ്യൻ്റെ പരിമിതിയും മനുഷ്യൻ്റെ അവിശ്വാസവും മനുഷ്യൻ്റെ മർക്കടമുഷ്ടിയും ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം മനുഷ്യർക്ക് കൊടുക്കുന്നതായ സാഹചര്യങ്ങളും കൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുകയാണ്. ആ ആസ്വാദനം ഒരു പാട്ട് പാടുമ്പോൾ യേശുദാസൊക്കെ പിന്നെ ഒരു പാട്ട് പാടുമ്പോൾ നല്ലപോലെ പാട്ടറിയാവുന്നവർ ആസ്വദിക്കുന്ന പോലെ എന്താണ് വയലാർ എന്ന കവിയുടെ കവിതയൊക്കെ ചൊല്ലുമ്പോൾ കാവ്യഭാവനയുള്ളവർ ആസ്വദിക്കുന്ന പോലെ ക്രിക്കറ്റ് കളി നന്നായിട്ട് കളിക്കാൻ അറിയാവുന്നവർ ക്രിക്കറ്റ് കളിയുടെ കമൻട്രിയൊക്കെ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ കൈയൊക്കെ കൊട്ടി ആസ്വദിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളൊക്കെ ഈ ശുശ്രൂഷയൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഒത്തിരി കടങ്ങൾ വരുമ്പോൾ ഞാനും ജോസുമൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. ദൈവരാജ്യം ഇങ്ങനെ ബന്ധപ്പെടുത്തി ദൈവം തന്നെ ചെയ്യുന്നല്ലോ എന്നോർത്ത് ഞങ്ങളൊക്കെ ആസ്വദിക്കുകയാണ്. അത് ദൈവരാജ്യം അതൊന്ന് ആസ്വദിക്കാനുള്ളത് തന്നെയല്ലേ? മോടെ പേര് ഒന്നുകൂടെ പറഞ്ഞു. മോൻ്റെ പേര് തങ്കച്ചൻ. കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദി. ദൈവമേ സ്തോത്രം. കർത്താവേ, 1000 പേരുടെ ക്യാൻസർ പോയി എന്ന് പറയുന്നതിനേക്കാളും സന്തോഷമായി കർത്താവേ ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഒരാൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിംബാരാധനാ മതം വിട്ടു എന്ന് കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ് കർത്താവേ. കാരണം നരകത്തിൽ നിന്നാണ് ഒരാളെ ഞങ്ങൾ മുഖാന്തരം കർത്താവ് വലിച്ചെടുത്തത്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. കൂടുതൽ അഭിഷേകമുണ്ടാകട്ടെ. അമ്മയും അപ്പനും മക്കളും കൂടുതൽ അഭിഷിക്തരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അഭിഷിക്തരായി തീരട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. നന്ദി പിതാവേ. നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കൂടുതൽ അഭിഷേകമായി കേട്ടോ, അനുഗ്രഹമായി കേട്ടോ. 2 നിലയുള്ള ഒരു നല്ല ഭവനം നിങ്ങൾ തീർക്കുമെന്ന് കർത്താവ് കാണിക്കുന്നുണ്ട്. ഒന്നെല്ലാവരും കൈകൾ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കും. അതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 20 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ അത് പണിയാൻ പറ്റൂ. അത്രയ്ക്ക് നല്ല ശ്രേഷ്ഠമായ ഒരു വലിയ ഭവനം കർത്താവ് നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ വെച്ച് തരാൻ പോവാണ്. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ. മഴയായി പെയ്യട്ടെ.